മിശിഹായിൽ സ്നേഹമുള്ളവരെ, മർക്കൂസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 7 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ഈശോയും ശിഷ്യന്മാരും കടൽ തീരത്തൂടെ പോവുകയാണ്. ജെറുസലേമിൽ നിന്നുള്ള ആളുകളുണ്ട്, ടൈർ സീദോൻ പ്രദേശങ്ങളിൽ നിന്നുണ്ട്, ജോർദാൻ്റെ മറുകരയിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇങ്ങനെ ഒത്തിരി ആളുകൾ ഈശോയുടെ കൂടെയുണ്ട്. ഈശോ അപ്പോൾ തൻ്റെ ശിഷ്യരോട് പറയുകയാണ്, ഒരു വള്ളം തയ്യാറാക്കി വെക്കണം, ഈ കടൽ തീരത്ത് നിന്ന് മാറി നിൽക്കണം. അതിനൊരു കാരണം, ഈശോ സൗഖ്യം നൽകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഒത്തിരി ആളുകൾ ഈശോയെ തിക്കി തിരക്കുകയാണ്. ഈ വരുന്നവർക്കും സൗഖ്യം നേടാൻ വരുന്നവർക്കും ഒറ്റ മനസ്സിലൊറ്റ ചിന്തയുള്ളൂ, എങ്ങനെയും സൗഖ്യം കിട്ടണം എന്നുള്ളത് മാത്രം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കച്ചവട മനസ്സാണത്. നേടിയെടുക്കുക, സ്വന്തമാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവരുടെ മനസ്സിലില്ല. നമ്മുടെയൊക്കെ വ്യക്തിബന്ധങ്ങളിലും ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ വന്നു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ വളർച്ചയിൽ, നമ്മുടെ സമ്പന്നതയിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ അധികാരത്തിലൊക്കെ പങ്കുപറ്റാനായിട്ട് നിൽക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. എന്നാലൊന്ന് നമ്മൾ വീണ് പോകുമ്പോൾ കൂടെ നിൽക്കാനോ അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കാനോ ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും മനസ്സ് കാണിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. രണ്ടാമതായിട്ട് ഈശോ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് ഒരു നിലപാടാണ്. ജനക്കൂട്ടത്തിന് ഒരു താല്പര്യങ്ങളുണ്ട്. ജനക്കൂട്ടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല ഈശോ പെരുമാറിയിരുന്നത് എന്നുള്ളത് സുവിശേഷത്തിലുടനീളം കാണാൻ സാധിക്കും. അത് ഈശോയുടെ ബോധ്യങ്ങളാണ്, നിലപാടുകളാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ ഈശോ ആഗ്രഹിച്ചിരുന്നില്ല. ജനക്കൂട്ടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോകുമ്പോൾ ജനക്കൂട്ടം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ പെരുമാറും. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ജനക്കൂട്ടം ആവശ്യപ്പെടുന്ന ഏത് കാര്യങ്ങളും നടപ്പിലാക്കുകയും ചെയ്യും. എന്നാൽ ഈശോ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത് സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷ പ്രഘോഷണമാണ്. അതിനാവശ്യമായിട്ടുള്ളത് മാത്രമേ ഈശോ ചെയ്തിരുന്നുള്ളൂ താനും. അതുകൊണ്ട് ഈശോ നൽകിയ സൗഖ്യത്തിന് പോലും ഈശോയുടെ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈശോ സൗഖ്യം നൽകുന്നത്. എങ്ങനെയാണ് ഇത്തരം ബോധ്യങ്ങൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക? അതിന് നമുക്ക് വചനവായന നമ്മളെ ശക്തിപ്പെടുത്തും, പ്രാർത്ഥനകൾ നമ്മളെ ശക്തിപ്പെടുത്തും, സഭയുടെ പഠനങ്ങളും ധാർമ്മികതയും നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഇത്തരത്തിലൂടെ വളർന്നു വരുന്ന ഒരു ക്രിസ്തീയ മനസാക്ഷി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ഒരു ക്രിസ്തീയ മനസാക്ഷി നമ്മളിൽ രൂപീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സും ഹൃദയവും നിങ്ങൾക്കുണ്ടാകട്ടെ. ബന്ധങ്ങളെല്ലാം ദൈവാനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.